friends, welcome back to my channel SAMAA. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇപ്പോൾ ഞാൻ നേരം വൈകി എണീക്കാൻ, ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ നേരം വൈകി എണീറ്റാണ്. അപ്പോൾ ഞാൻ നേരം വൈകിയ കാരണം എനിക്ക് ഇന്ന് പുട്ടാ തോന്നുന്നു. അപ്പോൾ ഞാൻ നേരം വൈകിയ കാരണം ഞാൻ കോൺഫ്ലാക്സ് ഒരു എന്തോ സംഭവം കഴിക്കുകയാണ്. അപ്പോൾ ഞാനത് കഴിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ദീദിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ബേബി ഷവർ ഉണ്ട്. സാൽ ദീദി എന്നാണ് പേര്. അപ്പോൾ ഞാൻ അവിടേക്ക് പോവും. ഇന്നത്തെ വ്ളോഗിൽ ഇതൊക്കെ കാണിക്കാൻ ഞാനിത് കഴിക്കാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് കഴിക്കണം കാട്ടി മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞാൻ പുറത്ത് നിന്നിട്ടാണ് കഴിക്കണത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. കുറേ ദിവസം മുമ്പ് ഞാൻ ബാക്കിലത്തെ ഒരു ബാൽക്കണി ഉണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പം ഒരു പ്രാവ് ഫസ്റ്റ് 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. വലുതായി പറന്നുപോയി. വീണ്ടും 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അപ്പം അവിടെ ആകെ വൃത്തികേടായിരിക്കുമായിരുന്നു. അപ്പം ഞാൻ എന്ത് പണി ചെയ്തു, അതിന് കുട്ടികളെയും ആ അമ്മേനെ എടുത്തിട്ട് എൻ്റെ കൂട്ടിലേക്ക് ഇട്ടു. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ആ കൂട് തുറന്നിട്ടേക്കാണ്. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇടയ്ക്കിടയ്ക്ക് വരും, പൂവും. അതിന് ഭക്ഷണമൊക്കെ കൊണ്ടുവരണമല്ലോ. അതിൻ്റെ ഭക്ഷണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഭക്ഷണവും വെള്ളം വെച്ചിട്ടുണ്ട്. അത് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ടോ അറിയില്ല. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വരും. ഇതാണ് നമ്മുടെ കുഞ്ഞ്. ചിറകൊക്കെ ഇങ്ങനെ വരുന്നുള്ളൂ. അതിൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാൻ നോക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഇക്കട കാരണം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഭക്ഷണം കിളിയുടെ ഭക്ഷണമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേക്കണത്. എനിക്ക് ഏത് ഭക്ഷണമാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഈ പ്രാവിൻ്റെ ഭക്ഷണം അറിയാച്ചെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ശരി, എന്നാൽ ഞാൻ കോൺഫ്ലാക്സ് കഴിക്കട്ടെ. അപ്പം എനിക്ക് ഉമ്മ ചീത്ത പറയുന്നുണ്ട്, പഠിക്കും എന്നെനിക്ക് മടിയാവുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് ടേബിൾസ് പഠിക്കണം പറഞ്ഞിട്ടുണ്ട്. ടേബിൾസ് പഠിച്ചോളാം. ഞാനിങ്ങനെ ബുക്കിൽ എഴുതി പഠിക്കുകയല്ല ചെയ്യണത്. ഞാൻ ആമസോണിൽ നിന്ന് ഒരു ചാർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കിയിട്ടാണ് പഠിക്കണത്. വെറുതെ എഴുതണ്ടല്ലോ, നമുക്ക് നോക്കി പഠിക്കാം. അപ്പോൾ 16 വരെ ചാർട്ട്. അപ്പം ഞാനത് കാണിച്ചു തരാം. ഇതിൻ്റെ ചാർട്ട് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് വാങ്ങിക്കുന്ന പോലെ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ 2nd സ്റ്റാൻഡേർഡിലായ കാരണം എനിക്ക് നല്ലോണം ടേബിൾസൊക്കെ പഠിക്കാൻ, അല്ലെങ്കിൽ 3rd സ്റ്റാൻഡേർഡിലേക്ക് ആകുമ്പോൾ ആകെ ഇതാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. നിങ്ങൾ ഈ ടോയ്സും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും നോക്കണം കേട്ടോ. ജസ്റ്റ് അത് അങ്ങനെ കൊടുത്തേക്കാണ്. ഇതാണ് നമ്മുടെ സാധനങ്ങൾ. എനിക്ക് ഇതിൽ സിമ്പിളായിട്ട് തോന്നിയിരിക്കുന്നത് 1 പിന്നെ എല്ലാവർക്കും അറിയാം. 2, പിന്നെ എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിരിക്കുന്നത് 11, പിന്നെ 11 ഇതുവരെ തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ എപ്പോഴും ചീത്ത പറയാം. അപ്പം ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് പഠിക്കും. മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഒന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ പഠിക്കും. അപ്പോൾ ഞാനിത് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ എക്സാം ഉണ്ട്. എക്സാം തുടങ്ങി. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ളത് 2ന്റെയും 3. അപ്പോൾ ഞാനിതല്ലാതെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഞാനിത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ഞാൻ എന്നും രാവിലെ ഇന്ന് പഠിക്കും. അപ്പോൾ എനിക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. അല്ലാതും നിങ്ങൾക്കത് വാങ്ങിക്കണമെങ്കിൽ എന്തായാലും കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ എന്തായാലും വാങ്ങിക്കാൻ തോന്നും. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോ. ഞാനത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നോക്കാനുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ വന്നിട്ട് ഇത് നോക്കും. അപ്പോൾ അല്ലാതും കറക്റ്റാക്കും. എല്ലാ കൺഫ്യൂഷനും കറക്റ്റാക്കും. അത്രയ്ക്കും അടിപൊളിയാണ്. ഇത് നല്ല യൂസ്ഫുള്ളാണ് എനിക്ക്. ഇത് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കുറച്ചിട്ട് കാണാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി കുറച്ച് നോട്ട്സ് എഴുതാണ്ട്, മലയാളം നോട്ട്സ്. അപ്പോൾ സന്ധ്യ മിസ് പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ സന്ധ്യ മിസ്, മലയാളം മിസ്. അപ്പോൾ ഞാനിത് ഉത്തരം എഴുതട്ടെ.
എനിക്ക് വിഷമമാണെങ്കിൽ ചെറുതായിട്ട് ഇപ്പോൾ ടൈം 12 മണി ആയി. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സാണ് ഈ സമയത്ത് കഴിക്കാറ്. അപ്പോൾ ഞാൻ പ്ലം കഴിക്കുന്നുണ്ട്, പ്ലമ്മും 2 പ്ലമ്മും പിന്നെ 2 ചിക്കും. ഞാൻ ഫസ്റ്റ് പ്ലം കഴിക്കട്ടെ. തണവ്. അപ്പോൾ ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞു, എല്ലാം നോട്ട്സ് എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ ഇപ്പോൾ സമയം 1 മണിയാവാനായി. ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അപ്പം ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. തലയൊക്കെ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ടൈം 1 മണി 1:15. ഇപ്പോൾ ഫുഡ് കഴിക്കണം. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് റീൽസ് എടുക്കാറുണ്ട്. ഒരു എൻജോയ് ഫസ്റ്റ് ലവ് പറഞ്ഞിട്ടൊരു റീൽസ് എടുക്കാറുണ്ട്. അപ്പം അത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കളറിങ് ബുക്സ് അതൊക്കെ ചെയ്യും. പിന്നെ 2 മണിക്കാണ് ഞാൻ എൻ്റെ സാൽദീദിയുടെ വീട്ടിലേക്ക് പോണത്. ഇപ്പോൾ ഇനി ഞാൻ കുറേ ഡ്രോയിങ്സും കളറിങ്സും ഒക്കെ കാണിച്ചു തരാൻ പോവുകയാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത കളറിങ് ഡ്രോയിങ് ഒക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ തിരക്കിലാണ്. ഞാനൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ചെയ്ത കുറച്ച് ഡ്രോയിങ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫിഷ് ഉണ്ട്, പിന്നെ അതുപോലെ ഇതുണ്ട്, ജിറാഫ് വച്ചതുണ്ട്, പിന്നെ ഒരു എലിഫന്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ലാൻഡ്സ്കേപ്പ് വച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ എനിക്ക് ഓർമ്മ വന്നത്, എനിക്ക് 4 മണിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, മാത്സ് ക്ലാസ് ഉണ്ട് രമ മിസ്സിൻ്റെ. ഓക്കെ, അപ്പോൾ അതും അറ്റൻഡ് ചെയ്യണം. ഇനി പോകുമ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് അറ്റൻഡ് ചെയ്യും. പിന്നെ ഞാനിതൊന്ന് ചെയ്യണം. 4 മണിയാവാനെക്കാട്ടി മുമ്പ് എത്ര തേടി കളിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി, എല്ലാം റെഡി ആയിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റി കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ റീൽസ് എടുക്കാണ്ട്, അപ്പം ഞാൻ താഴെ പോയിട്ട് റീൽസ് എടുക്കും. അപ്പോൾ ഞങ്ങൾ ഇനി റീൽസ് എടുത്ത് കഴിഞ്ഞാൽ ഫംഗ്ഷന് പോവും. അവിടെ എൻ്റെ കൂടെ ഹനാദൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഫംഗ്ഷന് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പം ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഡ്രസ്സാണ്, സിപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലത്? ഞങ്ങളിതാ പോവാൻ നിൽക്കുകയാണ്. വണ്ടി കയറി, ഇപ്പോൾ വന്നിട്ടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ മാസ്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പോഴത്തെ വേറെ ടൈപ്സ് ഉണ്ട്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ എത്താനായി, കുറേ യാത്രയൊക്കെയാണ്. ചെറുതായിട്ട് ഉറങ്ങി. ഇപ്പം ഞാനിതാ
Ini